ഹലോ ഫ്രണ്ട്സ്, ടുഡേ ഇറ്റ്സ് മൈ ലാസ്റ്റ് വർക്കിംഗ് ഡേ. എന്ത് പറയണമെന്നറിയുന്നില്ല. കാലത്ത് വന്നു, പഞ്ചിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാത്തിലും ഒരു പുതുമ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ എല്ലാവരും മിസ് ചെയ്യും ഒരുപാട്. പക്ഷെ നമുക്ക് ചില സാഹചര്യങ്ങൾ നമ്മൾക്ക് നമ്മുടേതായ പേഴ്സണൽ റീസണിൽ മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും എനിക്ക് ഈ നിമിഷത്തിൽ എന്താ പറയണമെന്ന് പോലും അറിയാത്തൊരു ഇതാണ്. മൊത്തത്തിൽ ആ ഡേ എനിക്ക് മൊത്തം ഒരു ബിസി ഷെഡ്യൂൾ പോലെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കാനുള്ളത്. എല്ലാവരുടെയും ഗിഫ്റ്റും എല്ലാം എനിക്ക് വളരെ എല്ലാവരുമായിട്ടൊരു ഒരു വൈബിലായിരുന്നു ഞാൻ പോയിരുന്നത്. സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ ഡിയേഴ്സ്. എല്ലാത്തിനും വോയിസ് കൊടുക്കുകയാണെങ്കിൽ എനിക്കിതിൽ എന്ത് പറയണമെന്ന് അറിയാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വെരി ബിഗ് താങ്ക് യു ആൻഡ് സോറി ഓൾസോ. താങ്ക്സ് എന്താണെന്ന് വെച്ചാൽ ദിവ്യ എന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ട്രിനിറ്റിയിൽ വന്നപ്പോൾ എന്നല്ല, ഞങ്ങൾ വാസലിലായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ജോബ്. അന്ന് തൊട്ട് ഇന്ന് വരെ ദിവ്യ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവാണ്. നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ അത്രയ്ക്ക് തിക്ക് ഫ്രണ്ട്സാണ്. പിന്നെ സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഇണക്കങ്ങൾ മാത്രമല്ല, നല്ല പിണക്കങ്ങളുണ്ടായിരുന്നു. അടിപൊളി വഴക്കുകളൊക്കെ ഞങ്ങൾ തമ്മിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെയാണല്ലോ, അവൾ നല്ല പോസിറ്റീവ് വൈബാണ്, ചില സമയത്ത് ഒരു നെഗറ്റീവ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് അവളോട് ഞാൻ സോറി പറയുന്നു. കാരണം ഞാൻ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദിവ്യയോട് സോറി പറയുന്നു. ദിവ്യ ഇവിടെ നിന്ന് പോവുക എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ ദിവ്യ ഒരു ലീവിന് പോവാണ്, സുധീഷേട്ടനെ കാണാൻ പോവാണ്. തിരിച്ച് ട്രിനിറ്റി തന്നെ വരുന്ന അതിയായ പ്രതീക്ഷയുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്നും തുടരണം, ലൈഫ് ലോങ് തുടരണം എൻ്റെ ഒരു ആഗ്രഹം. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ദിവ്യ. ലവ് യു ദിവ്യ, മിസ് യു ടു. ഞാൻ ദിവ്യനെ നല്ലോണം മിസ് ചെയ്യും. കാരണം ദിവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഫ്രണ്ട് മാത്രമല്ല, ദിവ്യ എൻ്റെ ഒരു ഫാമിലി, ഒരു മെമ്പറായിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ദിവ്യ ഒരു ഫാമിലി ആയിരിക്കും, അത് എനിക്ക് 100% ഉറപ്പുണ്ട്. ഒരിക്കലും ദിവ്യ എന്നെ വിട്ടാലും ഞാൻ ദിവ്യനെ വിടില്ല. എന്നും എപ്പോഴും ദിവ്യൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ശരി, ഡെഫിനറ്റ്ലി ദിവ്യ, ഐ ആം ഗോയിങ് ടു മിസ് യു. ബട്ട് ആസ് യു ഓൾവേസ് സേ, we are not friends, Chechi. We are just colleagues. So maybe you will not miss me. That's all. But miss me. Definitely I miss you. എല്ലാ ഒരു സിറ്റുവേഷൻസും പോസിറ്റീവായിട്ട് ഒരു വൈബായിട്ട് എടുക്കും. പിന്നെ എല്ലാ സമയത്തും നെഗറ്റീവ് ഫേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാ സമയത്തും യോ ഫീലാണ്. അപ്പോൾ യു വിൽ തിങ്ക് ഓൾവേസ് പോസിറ്റീവ്. സോ ഐ വിഷ് യു വെരി ഓൾ ദ ബെസ്റ്റ്. ഐ മിസ് യു ടു. ലവ് യു. എൻ്റെ പേരും ദിവ്യയാണ്, അവളും ദിവ്യയാണ്. അവളൊരു ഫേസ്ബുക്ക് ക്വീനാണ്, ഇൻസ്റ്റാഗ്രാം ക്വീനാണ്. നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് തുറന്ന് നോക്കി ആദ്യം അവളുടെ ആയിരിക്കും കാണുക റീൽസ്. പിന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക് ടൈമിൽ കാണുമ്പോൾ ഒരു ജസ്റ്റ് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഹായ് ഹലോ, ഒരു എപ്പോഴും ഒരു കൂളാണ് ആള്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. ഇനിയും റീൽസ് പ്രതീക്ഷിക്കുന്നു. എപ്പോൾ ഫങ്ഷൻസ് വരുമ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോൾ ദിവ്യ മിസ് ചെയ്യും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ചേച്ചി ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഞങ്ങൾ കാലത്ത് എപ്പോഴും ഒരുമിച്ചിട്ടാണ് വരാറ്. അപ്പം തന്നെ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ടാണ് വരാറ്. പക്ഷെ അതൊക്കെ ഞാൻ ഇനി മിസ് ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഫുൾ ഫോണിൽ ആക്റ്റീവാണ്. ഇൻസ്റ്റ ഓപ്പൺ ചെയ്താൽ ഫേസ്ബുക്ക് എടുത്താൽ ചേച്ചി തന്നെയാണ്. പക്ഷെ ഞാൻ പറയാറുണ്ട്, എന്ന് ചേച്ചി പോയാൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഫോണൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം ചേച്ചി എനിക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട്. പക്ഷെ അതൊക്കെ ചുമ്മാണ്. ശരിക്കും ഞാൻ നന്നായി മിസ് ചേച്ചി. മിസ് ചെയ്തു. ഫസ്റ്റ് ടൈം ചേച്ചി ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്മൈലി ഫേസസ് ആയിട്ടാണ് വന്നത്. എന്നോടാണെങ്കിലും ഭയങ്കരമായിട്ട് ചിരിച്ചും കളിച്ചും അങ്ങനെ തന്നെയാണ് ചേച്ചി എപ്പോഴും നിൽക്കുക. അതുപോലെ തന്നെ ഡ്യൂട്ടിയിലാണെങ്കിലും ചേച്ചി എപ്പോഴും ഒരു സ്മൈലി ഫേസ് തന്നെയാണ് ചേച്ചീൻ്റെ ഫേസിൽ എപ്പോഴും ഉള്ളത്. എന്താണെങ്കിലും ചേച്ചിക്ക് വെരി വെരി ഓൾ ദി ബെസ്റ്റ്. എന്താണെങ്കിലും ചേച്ചി മിസ് ചെയ്യും. എന്താണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും വാട്സപ്പിലൂടെയും സ്റ്റാറ്റസ് എല്ലാം കാണും. എപ്പോഴും ഇതുപോലെ തന്നെ സ്മൈലി ഫേസ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ് ദിവ്യ, വി മിസ് യു. വി വിൽ മിസ് യു. എന്തായാലും നല്ല ഭാവങ്ങൾ നേരുന്നു. ഹസ്ബൻഡോട് ഇരിക്കാൻ പോണു പറഞ്ഞോണ്ട് ഓക്കെ, അല്ലാതെ ഒന്നും വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ ഓക്കെ പറയില്ല. ശരി, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാവിയല്ലേ നിങ്ങൾ നോക്കണ്ടേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ദിവ്യ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ അന്നൊന്നും ഇത്രയ്ക്ക് ഞങ്ങൾ തമ്മിൽ അടുത്തിട്ടുണ്ടായിരുന്നില്ല.
പക്ഷേ ഈ ലാസ്റ്റ് ഒരു 3-4 മാസമായിട്ട് അവൾ എന്താ പറയുക, ശരിക്കും മനസ്സിൻ്റെ ഒരു പാട്ടായിപ്പോയി. മിസ് യു ദിവ്യ. ശരിക്കും ദിവ്യ മിസ് ചെയ്തത് നമ്മുടെ ഒരു SR ജംഗിളിലൊരു ട്രിപ്പ്, പിന്നെ ഓണം പ്രോഗ്രാംസ്, പിന്നെ അതുപോലെ ഈ കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ അവളില്ലാണ്ട് ആ ഒരു ഫെസ്റ്റിവൽസ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്തോ ഒരു മിസ്സിങ് ആണ്. പക്ഷെ പോകുന്നത് ഒരു നല്ല കാര്യത്തിന് പറയുമ്പോൾ നമ്മൾ അവളെ ഒരിക്കലും തടുക്കാൻ പറ്റില്ലല്ലോ. അവൾ തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇപ്പോഴും. ബെസ്റ്റ് വിഷസ് ദിവ്യ. താങ്ക് യു സോ മച്ച്. വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു നമ്മുടെ ദിവ്യ. ഒക്കെ അവളെ ഒരുപാട് മിസ് ചെയ്യും. എന്താ പറയുക, കുറച്ച് കാലത്തെ പരിചയമേ ഉള്ളൂ. പക്ഷെ എനിക്കത് ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ലോണം അറ്റാച്ച്മെൻ്റ് ആയി. ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ஹாய் திவ்யா. ஆக்சுவலி நான் தமிழில் பேசுகிறது கொஞ்சம் கூட உணர்வு பூர்வமாக இருக்குன்னு நான் எதிர்பார்க்குறேன். நான் இங்கே வரும்போது நிறைய கன்ஃபியூஷன்ஸ், நிறையா பேருக்கு என்கிட்ட பேசுறதுக்கு ரொம்ப பயந்தாங்க, கன்ஃபியூஷன் ஆனாங்க. பட் திவ்யா எப்போ பார்த்தாலும் ஒன் வேர்டில் சொல்லணுன்னா ஒரு ஜில் பட்டர்ஃப்ளை. எப்போ பார்த்தாலும் ஹாப்பியாக சிரிச்சுக்கிட்டு, நம்ம ஒரு கன்ஃபியூஷன் ஸ்டேட்டில் வந்தாலும் ஒன்றை பார்த்து பேசும்போது வி ஆர் செட்டில்ட் அப்படிங்கிற மாதிரி ஒரு நல்ல வைபான பொண்ணு. ஆஸ் அ ஹெச்ஆர் என்னோட பர்செப்ஷனில் யூ ஆர் அ வெரி 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 குட் ஸ்டாஃப். கண்டிப்பாக ட்ரினிட்டி ஒன் வி மிஸ் யூ. அண்ட் ஆல்சோ இன் மை பர்செப்ஷன் உங்ககிட்ட இருக்கிறது எப்போவுமே ஒரு எனர்ஜி இருக்கும். தட் எனர்ஜி யூ ஹாவ் டு கீப் எவ்ரி டைம் எவ்ரிவேர். எங்கே போனாலுமே அந்த எனர்ஜியை உன் கூடயே இருக்கிற மாதிரி வச்சுக்கோ. அண்ட் ஆல்சோ நெகட்டிவ்னு சொல்கிறதுக்கு பெருசாக தெரியல, ஏன்னா அவ்வளோ பாசிட்டிவ் இருக்கிறதுனால நெகட்டிவ் பெருசாக தெரியல. ஸோ இன் மை பர்செப்ஷன் நீ இன்னும் நிறையா விஷயத்தில் ரீல்ஸு இதெல்லாம் பார்க்கும்போது இன்னும் கொஞ்ச நாள் கழித்து யூ பிகம் அ வெரி குட் செலிப்ரிட்டி. அப்போது நாங்கள் தான் செல்ஃபி எடுக்கணும். ஸோ இன் லாஸ்ட் ஒரு 3-4-5 monthஸில் வி ஆர் வெரி க்ளோஸ்ட். எனக்கு மணலி வந்தாலே ஆட்டோமேட்டிக்காக ஆப்டிக்கல்ஸ் தான் என்னோட கண்ணு போகும். பிகாஸ் நமக்கு பிடிச்சவங்க, நம்ம பார்க்குறவங்க அப்படிங்கிற மாதிரி ஒரு தாட் இருக்கும். டெஃபினெட்லி நான் மணலி போகும்போது உன்னை நான் மிஸ் பண்ணுவேன். எனிஹவ் உன்னோட ஃபேமிலி, உன்னோட கெரியர் இருந்தாலும் நீ அங்கே போகிறதுனால ஸோ ராக் வெல் திவ்யா, யூ ஆல்வேஸ் இன் மை ஹார்ட். லவ் யூ. Thank you, ma'am. Thank you so much. I miss you.